ഏറ്റവും അവസാനം അവിടെ അർജുൻ്റെ മിറർ ടാസ്കും കഴിഞ്ഞിരിക്കുകയാണ്. ഇതോടുകൂടി മിറർ ടാസ്ക് അവസാനിച്ചു. അർജുൻ അതിൻ്റെ ഉള്ളിലേക്ക് വന്ന വഴിക്ക് തന്നെ ഭാർഗവി നിലയമാണോ ഇതെന്നാണ് ബിഗ് ബോസിനോട് ചോദിച്ചത്. ബിഗ് ബോസ് തിരിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് അർജുനെ പേടിയാവുന്നുണ്ടോ എന്ന്. അപ്പോൾ അർജുൻ തിരിച്ചു പറയുന്നുണ്ട്, എനിക്ക് പേടി തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. തുടക്കം തന്നെ സംസാരിക്കാൻ തുടങ്ങിയത് തന്നെ അർജുൻ ആ കണ്ണാടിയെ കെട്ടിപ്പിടിച്ചിട്ടാണ്, എനിക്ക് എന്നെ തന്നെ ഒന്ന് ഹഗ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണാടിയെ കെട്ടിപ്പിടിച്ചിട്ടാണ് അർജുൻ സംസാരിക്കാനായിട്ട് ആരംഭിച്ചത്. സത്യത്തിൽ അർജുൻ അവിടെ കാര്യമായിട്ട് ഒന്നും പറഞ്ഞില്ല എന്നുള്ളതാണ്. ഭയങ്കര ഇമോഷണലായി പോയി അർജുൻ. അവിടെ നിന്ന് അർജുൻ പറഞ്ഞത്, ഇവിടം വരെ എത്താൻ സാധിച്ചതിൽ ഞാൻ ഒരുപാട് പ്രൗഡാണ് എന്നാണ് അർജുൻ പറഞ്ഞൊരു കാര്യം. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടു, പേരൻസിന് പോലും അറിയില്ല ഞാൻ ഇവിടേക്ക് എത്തിപ്പെടാനും എവിടെയെങ്കിലും എത്തിപ്പെടാൻ വേണ്ടി കഷ്ടപ്പെട്ടത് എത്രത്തോളം ഉണ്ടെന്ന് പേരൻസിനെ പോലും ഞാൻ അറിയിച്ചിട്ടില്ല. അതുപോലെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. പലപ്പോഴും എൻ്റെ പ്രായത്തിലുള്ള പലരും സെറ്റിൽഡ് ആയ സമയത്ത് ഒരിക്കലും എത്താൻ പറ്റാതെ ഞാൻ നടന്ന സമയത്ത് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടം വരെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ജേണി ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷവും എൻ്റെ ജേണി തുടരുകയാണ്. ഇനി ഞാൻ മരിച്ചാൽ പോലും എനിക്കൊരു വിഷമമില്ല എന്നൊരു കാര്യം അത് അർജുൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ആ അസുഖത്തിൻ്റെ ഒരു കാര്യം അവിടെ ജസ്റ്റ് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു, എന്നാൽ കൂടുതൽ പറഞ്ഞില്ല. ഡോക്ടർമാർ പോലും എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞെടുത്ത് നിന്ന് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഒരു ഇതുകൊണ്ട് മാത്രമാണ്, ഭാഗ്യവും എൻ്റെ ഒരു വിശ്വാസവും എല്ലാം കൊണ്ട് മാത്രമാണ്. എന്നെ കണ്ട് ഒരുപാട് പേർക്ക് ഇതൊരു പ്രചോദനമാവുന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ഇവിടം വരെ എത്തി, ഇവിടെ ഞാൻ എന്തു ചെയ്തു എന്നും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് കൃത്യമായിട്ട് പറയാനായിട്ട് അറിയില്ല. ഞാനായിട്ട് നിൽക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് അർജുൻ പറഞ്ഞത്. അതുപോലെ ഇവിടം വരെ എത്തിയതിൽ ഭയങ്കര പ്രൗഡ്, അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇമോഷണലാവുമായിരുന്നു അർജുൻ. അവിടെ നിന്ന് കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റാതെ ഭയങ്കര ഇമോഷണലായിട്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അപ്പോൾ ബിഗ് ബോസ് അർജുൻ സംസാരിക്കുമോ എന്ന് പറഞ്ഞപ്പോഴും അർജുനെ സംസാരിക്കാൻ പറ്റാതെ സൗണ്ട് ഇങ്ങനെ വാക്കുകൾ ഇടറി ഇങ്ങനെ നിൽക്കായിരുന്നു. അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് അർജുൻ ആ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവരെ ഈ ആക്ടിവിറ്റി ഏരിയയിൽ തന്നെ 2 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ രണ്ടാമത്തെ ഭാഗത്ത് ഫുള്ള് ഇരുട്ടാണ്, അവിടെ ക്യാമറ ഒന്നും ഇല്ലാത്ത സ്പേസാണ്. അവിടേക്ക് വന്നിരുന്നിട്ട് പൊട്ടിക്കരയുന്ന അർജുനെയാണ് നമുക്ക് കാണാൻ പറ്റില്ല, കേൾക്കാനായിട്ട് സാധിച്ചത്. മൈക്കുള്ളതുകൊണ്ട് അവിടെ ഇരുന്ന് കുറേ നേരം ഇരുന്ന് പൊട്ടി കരഞ്ഞിട്ട് പിന്നീട് അതിൽ നിന്ന് പുറത്തിറങ്ങി വന്നിട്ട് അവിടെ വന്നിരിക്കുന്ന അർജുനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ശ്രീധുവിൻ്റെ അടുത്ത്, എനിക്കൊന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല, എനിക്ക് നല്ല സൗഹൃദം കിട്ടി, ഞാൻ ഭയങ്കര പ്രൗഡാണ്, ഇതൊക്കെ ഞാൻ പറഞ്ഞുള്ളൂ, കൂടുതലൊന്നും എനിക്ക് പറയാനായിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന അർജുനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്.